ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്നതാണ് തമ്പിയുടെ വീട്ടിൽ നിന്നും അപ്പുവും കുഞ്ഞും ഹരിയും പടിയിറങ്ങുന്നത് കാണാൻ. അതുപോലെ തന്നെ അത് നടക്കുകയും ചെയ്തു. എന്തായാലും വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ എല്ലാവരോടുമായിട്ട് നമ്മുടെ ദേവൂട്ടി മുത്തശ്ശനോട് വഴക്കുണ്ടാക്കിയിട്ട് മമ്മിയും ഡാഡിയും അവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പുവിനോട് ചോദിച്ചു, എന്താ അപ്പു കാര്യം എന്ന് ചോദിച്ചു. പിന്നെ നമ്മുടെ ഹരി അങ്ങ് കയറി വന്ന് അങ്ങ് സകല കാര്യങ്ങളും അങ്ങ് പറഞ്ഞില്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുവിനങ്ങ് എന്തോ പോലെയായി പോയി. പക്ഷേ അപ്പു ഒരിക്കലും ഡാഡിയുടെ തെറ്റുകൾക്ക് സൈഡ് നിൽക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ അപ്പു കാര്യങ്ങളെല്ലാം ഇവരോട് പറയാനായിട്ട് ഹരിയുടെ കൂടെ കൂടുകയും ചെയ്തേ. അങ്ങനെ ഇവർ കഥകളും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതൊക്കെ കേട്ട് നമ്മുടെ ആശാത്തി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുക, ആര് ജയന്തി. അപ്പോൾ തമ്പിയുടെ ചതികളെല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഒരിക്കലും അയാളുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ലെന്നും അയാൾ മരിച്ചാൽ പോലും അവിടെ കയറില്ലെന്ന് പറഞ്ഞിട്ടാണ് താൻ പോകുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഹരി ഇങ്ങനെ പറയാം. അപ്പോഴേക്കും അതെന്തിനാ ഹരി നിങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ജയന്തി ചോദിച്ചു. അത് കേട്ടപ്പോൾ ഹരി പറഞ്ഞു, നിങ്ങൾ ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടണ്ട, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണെന്ന്. ഓ സോറി, ഞാൻ ഇനി ഒന്നിനും ഇല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയന്തി ഇങ്ങനെ അവിടെ നിൽക്കുവാണേ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇതിൻ്റെ സന്തോഷം കളയാൻ നിൽക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയാം. എന്തായാലും ഞങ്ങൾ ഇവിടെ നിങ്ങൾ വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു, എല്ലാം റെഡിയാക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇതെല്ലാം കൂടെ കണ്ടു. അതായത് ഇവരുടേതായ ഒരു കൊച്ചലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചു വെച്ച് ഇവരിങ്ങനെ അലങ്കരിച്ചൊക്കെ വെച്ചേക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഹരിയുടെ കണ്ണങ്ങ് നിറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ അപ്പൂനും ഭയങ്കര സങ്കടമായി. പിന്നെ ഇവരെല്ലാവരും കൂടെ കൂടി നിൽക്കുന്നു. എല്ലാവരും കൂടെ കൂടി നിന്നപ്പോഴേക്കും അവിടെ കേക്ക് മുറിക്കാനായിട്ട് ഇങ്ങനെ നമ്മുടെ ദേവൂട്ടി ധൃതി കൂട്ടുക. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിന്നിങ്ങനെ കേക്ക് മുറിക്കണമല്ലോ. അപ്പോൾ ഈ കേക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ച് ഹായ് കേക്ക്, നല്ല കേക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവിടെ നിന്നിങ്ങനെ പറഞ്ഞു. ഇതൊക്കെ ദേവൂട്ടിക്ക് വേണ്ടി വാങ്ങിച്ചതാ, ഡാഡി മേടിച്ച കേക്കാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പൂൻ്റെ കേക്ക പറയാം. അപ്പോൾ അപ്പു ഇങ്ങനെ ഹരിയുടെ നേരെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടാണ് പോയത് എന്നുള്ള ഒരിതിൽ. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ നിന്ന് കേക്ക് മകളെ കൊണ്ട് മുറിപ്പിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ജയന്തിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഈ അപ്പവും ഹരിയും മാറി നിന്നിട്ട് ദേവിയും ബാലനും കൊച്ചിനെ കൊണ്ട് കേക്ക് മുറിപ്പിക്കുന്നതേ. എന്തേലും ആട്ടെ എന്ന് ഓർത്തിട്ട് ഇത് ഇന്ന് വീഡിയോ എടുത്ത് ഇന്ന് തമ്പി സാറിന് ഇട്ട് കൊടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ, തമ്പി സാറൊന്ന് ഞെട്ടണം എന്നും പറഞ്ഞുകൊണ്ട് ജയന്തി. എന്നിട്ട് ജയന്തി ഈ വീഡിയോ മുഴുവനും, അതായത് ഈ കേക്ക് മുറിക്കുന്നതും ഇവരുടെ സന്തോഷവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ മൊബൈലിൽ പകർത്തി എന്നിട്ട് നേരെ തമ്പിയുടെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് തുടങ്ങുക. ഈ സമയത്ത് തമ്പി അവിടെ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നു. വന്നവരെല്ലാം ഒരു വക ആക്കി ഒരു വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോകുക കേട്ടോ അമരാവതിയിൽ നിന്ന്. തമ്പി ശരിക്കും തോറ്റുപോയി. അത്രയും പേരുടെ മുന്നിൽ വെച്ച് തമ്പി നാണം കെട്ട് തൊലി ഉരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും തമ്പിയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാന്ത്വനത്തിൽ ഇന്ന് ആ ഒരു ആഘോഷം നടത്തിയത്. അങ്ങനെ തമ്പി തോറ്റു തുന്നം പാടി അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് അംബിക അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്താ തമ്പിയേട്ടാ ഇത്രയും കാലമായിട്ടും നിങ്ങൾ നന്നാവാത്തത് എന്താ? നിങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നെ പറഞ്ഞു പറ്റിച്ചത്? എന്തെല്ലാം പറഞ്ഞാൽ നിങ്ങൾ അഭിനയിച്ചത്? നിങ്ങൾ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങളിങ്ങനെ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്കിപ്പോൾ ഉണ്ടായോ? ഇവിടെ കയറാൻ തുടങ്ങിയ നമ്മുടെ അപ്പു ഇനി ഇങ്ങോട്ട് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ ഹരി പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. എല്ലാം ഒന്ന് സമാധാനപരമായിട്ട് വരികയായിരുന്നു. അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുത്തു. ഇനി എല്ലാം പണ്ടത്തെ പിന്നത്തെ ആയില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും ചേച്ചി അങ്ങോട്ടേക്ക് വന്നു, അതായത് രാജേശ്വരി. അംബികേ, നീ ഇതെന്തറിഞ്ഞിട്ടായി പറയുന്നതെന്നും ചോദിച്ചുകൊണ്ട്. എന്തറിഞ്ഞിട്ടാണെന്ന് ചേച്ചിയും കണ്ടതല്ലേ എന്ന് ചോദിക്കുക. അനിയന് വക്കാലത്തുമായിട്ട് ചേച്ചി എൻ്റെ അടുത്തേക്ക് വരണ്ടാന്നും അംബിക പറഞ്ഞേ. കാരണം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് ഈ മനുഷ്യൻ ഒറ്റ ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ നഷ്ടം ഇപ്പോൾ ആർക്കാണ് സംഭവിച്ചത്, ഇനി ദേവൂട്ടിയെ കാണാനാണെന്നും പറഞ്ഞുകൊണ്ട് ആ വീടിൻ്റെ പടി കടന്ന് ചെല്ലാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അംബിക ഇങ്ങനെ ചോദിക്കുക. തമ്പിക്ക് ഒന്നിനും മറുപടിയില്ല. തമ്പി എന്നിട്ട് ഇങ്ങനെ ആകെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഈ ജയന്തി ആ വീഡിയോ മുഴുവനും കൂടെ തമ്പിയുടെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തമ്പി ആകെ കലിപ്പ് കയറി ആകെ നടുങ്ങിപ്പോയി. കാരണം അത്രയും വലിയൊരു ആഘോഷം അവിടെ നടക്കുമെന്ന് തമ്പി ഒട്ടും പ്രതീക്ഷിച്ചതല്ല, നടത്താതിരിക്കാൻ ശ്രമിച്ചതാ. പക്ഷേ അവിടെ അതിനേക്കാൾ ഗംഭീരമായിട്ട് അവർ സന്തോഷത്തോടെ ആർത്തുല്ലസിച്ച് തുള്ളിച്ചാടിയുള്ള ഒരു കേക്ക് മുറിക്കലും പിറന്നാൾ ആഘോഷമൊക്കെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയെ അനിയൻ ഇത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ചേച്ചി ചോദിച്ചു, എന്താടാ എന്നതാ ഇപ്പോൾ ഫോണിൽ വന്നതെന്ന്. അപ്പോൾ ഇത് സാന്ത്വനത്തിൻ്റെ ആഘോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചേച്ചിയെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അംബികയും പറഞ്ഞു, കണ്ടോ എല്ലാം തമ്പിയേട്ടനായിട്ട് തന്നെ നശിപ്പിച്ചതല്ലേ. ഇന്നത്തെ ദിവസം എത്ര സന്തോഷമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടന്നതായിരുന്നു. മര്യാദയ്ക്കായിരുന്നെങ്കിലേ നമുക്ക് ഉച്ച കഴിഞ്ഞ് അവരോടൊപ്പം അവിടെ പോയി അവിടുത്തെ ആഘോഷത്തിലും പങ്കെടുത്ത കൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ആ ഒരു ഇതെല്ലാം
പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നീ പോ അംബികയെന്നും പറഞ്ഞ് അംബികയെ ദേഷ്യപ്പെട്ട് പറഞ്ഞു വിട്ടു. അതെ, എന്നോട് ചൂടാകാൻ മാത്രമാണല്ലോ തമ്പിയേട്ടന് അറിയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് അംബികയും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അംബിക തുള്ളിച്ചാടി അങ്ങ് പോയി. അംബിക അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പെങ്ങൾ ആങ്ങളയോട് പറഞ്ഞു കൊടുക്കുക, നീ ഇതൊന്നും കണ്ടും കേട്ടും ടെൻഷനാകണ്ട തമ്പി, നമുക്കിതിനും ഇതിനേക്കാളും വലിയ അവസരങ്ങൾ വരും. അന്നേരം ഈ പറയുന്നവളെയൊക്കെ നമുക്ക് എടുത്തിട്ട് പെരുമാറാം, നീ ചുമ്മാ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു. എന്നാലും എൻ്റെ ചേച്ചി ഇത്രയൊക്കെ കൊണ്ടുവന്ന് ഒപ്പിച്ചിട്ട് ഒരു നേരത്തെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചു പോയതാ ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ, അതെ അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ട് ചെയ്യണമെന്ന്. നിനക്ക് പിന്നെ നീ നടത്തുന്ന കാര്യങ്ങൾ നടന്നു എന്നുള്ളൊരിത് വരുമ്പോഴേക്ക് ഇച്ചിരി പിടപ്പ് കൂടുതലാണല്ലോ, അതാണിപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഇവർ തമ്മിൽ സംസാരിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിപ്പും കാര്യങ്ങളൊക്കെ ആയി. എന്ത് ആഘോഷം കഴിയുമ്പോഴും അവസാനം ഒരു സെൽഫി ഉണ്ടല്ലോ ഇവർക്ക്, അങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഇവർ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഇതൊക്കെ കണ്ടും കേട്ടും തമ്പിയുടെ മനസ്സിൽ അടുത്ത കൂർമ്മ ബുദ്ധി ഉദിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജയന്തി അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവൂട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് മമ്മി അവിടുത്തെ വലിയ മുത്തശ്ശി ഇടിയിച്ച് തന്നതാണെന്നും അതുപോലെ മുത്തശ്ശൻ കഴുത്തിൽ കുറേ കല്ലിൻ്റെ ഒരു മാലയൊക്കെ ഇട്ട് തന്നു. അത് ചോദിച്ചപ്പോൾ ഡയമണ്ട് ആണെന്നാണ് പറഞ്ഞത്. അമ്മ ഇങ്ങനെ പറഞ്ഞു, അതായത് ഇതൊക്കെ മമ്മിയുടെയും ഡാഡിയുടെ ആഗ്രഹമല്ലേ, അതുകൊണ്ട് ഇടിയിച്ചോട്ടെ എന്നൊക്കെ അമ്മ പറഞ്ഞു. ഡാഡി ഒന്നിനും സമ്മതിച്ചില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പുവിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ഇതെല്ലാം പറഞ്ഞു. അവിടെ എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം ദേവിയോടും മഞ്ജുവിനോടുമായിട്ടിരുന്ന് പറയുവാണേ കൊച്ച്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമല്ലോ. ഇവരോട് കാണിച്ച അഹങ്കാരത്തിൻ്റെ ഫലമായിട്ടാണ് അപ്പുവിന് ഇപ്പം ഇത്രയും വലിയൊരു തിരിച്ചടി കിട്ടിയത്. ബാലൻ ആ സാധനങ്ങളെ പറ്റിയുള്ള ഒരു അഭിപ്രായം പറഞ്ഞപ്പോഴേക്കും ഡാഡിയുടെ മഹിമയും പറഞ്ഞുകൊണ്ട് ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ പറഞ്ഞു വലിയ ആളായതല്ലേ. എന്തായാലും അപ്പുവിനൊരു ഉഗ്രം തിരിച്ചടി തന്നെയായിപ്പോയി. ഇനിയിപ്പോൾ ഡാഡിയുടെ വമ്പത്തരവും പറഞ്ഞുകൊണ്ട് ഇറങ്ങുമല്ലോ. അത് ഹരി എന്നിട്ട് ഇവിടെ വന്ന് പറയുകയും ചെയ്തു, ഏതായാലും ഇത്രയും ദിവസം അവൾ ഡാഡിയുടെ വമ്പത്തരവും പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു, ഇനിയിപ്പോൾ ഏതായാലും നീ ആ വമ്പത്തരമായിട്ട് വരികയല്ലോ എന്ന്. അപ്പോഴും അപ്പുവിനും ഒന്നും മിണ്ടാനില്ല. അങ്ങനെ ഈ ഒരു ഇതെല്ലാം കഴിഞ്ഞു. കാറും കോളും കാർമേഘങ്ങളെല്ലാം മാറി അങ്ങനെ നല്ല തെളിഞ്ഞ ആകാശമായി നമ്മുടെ വീട് മാറി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസമായി നമ്മുടെ ശിവൻ പതിവ് പോലെ തന്നെ കടയിൽ പോയി. അതുപോലെ അഞ്ജു ഇവരെല്ലാവരും ഇങ്ങനെ അവിടെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് യാദൃശികമായിട്ടൊരാൾ കയറി വരുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ കണ്ണൻ കയറി വന്നു കഴിഞ്ഞു. കണ്ണൻ ഇങ്ങനെ വന്ന് കടയിൽ മൊത്തത്തിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പോൾ കണ്ണൻ ആരാ എന്താണെന്നൊന്നും അവിടുത്തെ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അവരിങ്ങനെ ആരാ എന്ത് വേണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും കണ്ണൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ശിവൻ വരുന്നത്. ശിവൻ വന്നപ്പോഴത്തേക്കും കണ്ണനെ കണ്ടു. എടാ കണ്ണാ എന്ന് പറഞ്ഞ് ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു. പക്ഷേ ഇവിടുന്ന് പോയതുപോലെയല്ല കണ്ണൻ തിരിച്ചു വന്നിരിക്കുന്നത്. കണ്ണന് ഭയങ്കര ഗൗരവവും കാര്യങ്ങളൊക്കെ മുഖത്ത്. അപ്പോൾ കണ്ണൻ ഇങ്ങനെ ഭയങ്കര ഗൗരവമൊക്കെ പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ ശിവൻ ഇങ്ങനെ കണ്ണനെ നോക്കി. ശിവന് മനസ്സിലായി കണ്ണൻ എന്തൊക്കെയോ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നിനക്ക് എന്താടാ പറ്റിയത്, നിൻ്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ എപ്പോഴാണ് വന്നേ അങ്ങനെയൊക്കെ ചോദിച്ചു. നീ എന്താ വീട്ടിൽ പോയോ, ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലൊന്നും പോയില്ല, ഞാൻ നേരെ ഇങ്ങോട്ടാണ് വന്നത്, ശിവേട്ടൻ്റെ കട കാണാൻ വേണ്ടി വന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കണ്ണൻ എന്നാൽ നീ വേഗം വീട്ടിലേക്ക് എല്ലാം പറഞ്ഞു, നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ കണ്ണൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട. അപ്പോൾ ഭയങ്കര പക്വതയൊക്കെ ആയതുപോലെയൊക്കെ കണ്ണൻ സംസാരിക്കുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് എന്താടാ പറ്റിയത്, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് ശിവൻ അന്നേരം. ഞാൻ അങ്ങനെയായിരുന്നെന്നും പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പരാതിയല്ലായിരുന്നു എന്ന് അന്നേരത്തേക്കും കണ്ണൻ ചോദിക്കുക. പക്ഷേ കണ്ണൻ്റെ വരവിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞു കിടപ്പുള്ളതായിട്ട് നമ്മുടെ ശിവന് തോന്നി. എന്നിട്ട് പിന്നെ ശിവൻ കണ്ണൻ വന്നതല്ലേ കട ചേച്ചിയെയും ഇക്കായെയും ഏൽപ്പിച്ചിട്ട് വീട്ടിലോട്ട് പോവുക. അപ്പോഴത്തേക്കും എല്ലാവരെയും വിളിച്ച് പറഞ്ഞു കണ്ണൻ വന്ന കാര്യം. അങ്ങനെ കണ്ണൻ എത്തിയെന്ന് കേട്ടപ്പോഴത്തേക്കും ദേവിക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും കണ്ണനെ കാണാനുള്ള ആകാംക്ഷയോട് കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. വീട്ടിലേക്ക് ചെന്ന് ഇറങ്ങിയതും ദേവി ഓടി വന്ന് കണ്ണനെ കെട്ടിപ്പിടിച്ചു, മോനേന്ന് വിളിച്ചു. പക്ഷേ കണ്ണൻ്റെ മുഖത്ത് ഭയങ്കര ഒരു മ്ലാനത, ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു ഈ വല്ലായ്മ. അപ്പോൾ അതൊക്കെ ദേവി ശ്രദ്ധിച്ചു. നിനക്ക് എന്താടാ പറ്റി, എൻ്റെ കൊച്ച് ആകെ കോലം കെട്ടുപോയെന്നൊക്കെ പറഞ്ഞ് ദേവി ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ. എന്നിട്ട് പിന്നെ എല്ലാവരും കണ്ണനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കണ്ണൻ എൻ്റെ മുറി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഡയലോഗുകൾ കാര്യങ്ങൾ അതങ്ങനെ. എന്നിട്ട് മുറിയിലേക്ക് കയറിയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് ഭയങ്കര ഗൗരവത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുക.
അപ്പോഴേക്കും ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി കണ്ണൻ എന്തോ മാറ്റമുണ്ടെന്ന്. എന്നിട്ട് ഇവർ പരസ്പരം പറയുകയും ചെയ്തു, കണ്ണൻ എന്താ പറ്റിയത്, കണ്ണന് നല്ല മാറ്റമുണ്ടല്ലോ, കണ്ണൻ ഇവിടുന്ന് പോയതുപോലെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാതെ ഇവരിങ്ങനെ ഇരിക്കുന്നത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മുടെ ബാലൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, കണ്ണനുമായിട്ട് വിശേഷങ്ങളൊക്കെ പറയാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ കണ്ണൻ ഇവരോടൊപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നു. അപ്പോൾ കണ്ണൻ ആരോടും അങ്ങനെ വലിയ മിണ്ടാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, ഭയങ്കര പക്വതയും ആ ഒരു പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നിനക്ക് എന്താടാ കണ്ണാ പറ്റിയത്, നീ എന്താടാ ഇങ്ങനെ ആരോടൊന്നും മിണ്ടാതിരിക്കുന്നതെന്നൊക്കെ ഹരി ഇങ്ങനെ ചോദിച്ചു. എന്ത് മിണ്ടാനാണെന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ കണ്ണൻ ഇങ്ങനെ അന്നേരവും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക. അപ്പോൾ ചെന്നൈയിൽ എന്തോ വലിയ ഗുലുമാല ഒപ്പിച്ചിട്ടാണ് കണ്ണൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. മിക്കവാറും അത് ഏതെങ്കിലും ഒരു പെണ്ണിനെ, അവിടുത്തെ ഏതെങ്കിലും ഒരു പെങ്കൊച്ചിനെ കല്യാണവും കഴിച്ച് നല്ല സുന്ദര സുഖമായിട്ട് അവിടെ ജീവിക്കായിരുന്നായിരിക്കും. അപ്പോൾ അതൊന്നും ഇവിടെ വന്ന് ഇവരോട് അവതരിപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ കണ്ണൻ വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ണൻ്റെ കാര്യമായതുകൊണ്ട് ആ രീതിയിലൊക്കെ ചിന്തിക്കാം. എന്തായാലും ഇവരോടെല്ലാവരോടും എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനായിട്ടാണ് കണ്ണൻ വന്നിരിക്കുന്നത്. കണ്ണൻ്റെ ഈ വരവ് അങ്ങനെ ചുമ്മാ ഉള്ളൊരു വരവൊന്നുമല്ല. വന്ന കണ്ണന് ഒരിക്കലും ഇവരൊന്നും ചിന്തിക്കാത്ത രീതിയിലുള്ളൊരു മാറ്റവും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉറപ്പല്ലേ എന്തെങ്കിലും ഒരു കാര്യം അതിനോടനുബന്ധിച്ചുണ്ടാവും. അല്ലെങ്കിൽ കണ്ണൻ ഒരിക്കലും ഇങ്ങനെ മാറുന്ന ഒരാളല്ല. കണ്ണൻ്റെ രീതികളിൽ അല്ലെങ്കിൽ കണ്ണൻ്റെ സ്വഭാവത്തിലൊന്നും മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള വഴിയേ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനോട് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.